ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണാൻ ഗ്ലാമറുള്ള കുറച്ച് ചിക്കൻ പീസ് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ആവശ്യമുള്ളത് സവാള, നാരങ്ങ, പച്ചമുളക്, തക്കാളി, ഇത് കുറച്ച് നട്ട്സ് ആട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ വിനാഗിരി, മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ക്രീം, ബട്ടർ, പിന്നെ കസൂരി മെത്തി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം തന്നെ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ബോൺലെസ് ചിക്കൻ ആട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തു. അതിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സാക്കുക. ആ മസാലയെല്ലാം ചിക്കനിൽ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് അതൊരു 1-2 മണിക്കൂർ വെച്ചേർന്നാൽ ചിക്കനിൽ ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ നല്ലപോലെ മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ബട്ടർ നല്ലപോലെ മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് മസാല തേച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇടാം. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. പതിയെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചു. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. ഇനി ഒരുപാട് വേവിക്കില്ലല്ലോ, അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി ബാക്കി ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സെയിം പാനിലേക്ക് ഒരു പീസ് ബട്ടറോടെ ചേർത്തിട്ട് അത് മെൽറ്റായി വരുമ്പം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പതുക്കെ വഴറ്റിയിട്ട് പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കാഷ്യൂം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരുവിധം നല്ലപോലെ വഴറ്റി വന്നപ്പം അതിലേക്ക് ആദ്യം ഇട്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്തു. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ 2-3 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലപോലെ ആ മസാല ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ തക്കാളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് ഒരുവിധം ഒന്ന് വഴറ്റി വരുമ്പം അതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അടച്ച് വെച്ച് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഗ്രേവി നന്നായി തിളച്ച് കഴിയുമ്പം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചേക്കുക. അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാട്ടോ വെക്കുന്നത്. സ്റ്റീൽ പാത്രം എടുക്കുമ്പം സൂക്ഷിക്കണം, അത് കെയർഫുള്ളായിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അത് അരിപ്പയിൽ അരിച്ചിട്ടാട്ടോ പിന്നെ നമ്മൾ ആ ഗ്രേവി യൂസ് ചെയ്തേ. അപ്പോൾ അരിപ്പയിൽ നല്ലപോലെ അരിച്ചെടുത്തു. എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് നമ്മൾ എടുത്തു വച്ചേർന്ന ഫ്രൈഡ് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക. സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാട്ടോ. ടൊമാറ്റോ കെച്ചപ്പും ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തി ആട്ടോ, അത് ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ പെൻഡിങ് വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്, ഫ്രഷ് ക്രീം. ആ ഫ്രഷ് ക്രീമും കൂടി ചേർത്താലാണ് ബട്ടർ ചിക്കൻ്റേതായ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചത് കലക്കി ചുട്ട അപ്പത്തിൻ്റെ കൂടെ ആട്ടോ. സിനാനും ഇക്കാക്കായൊക്കെ അത് വേണമെന്ന് പറഞ്ഞിട്ട് ലൈവായിട്ട് അപ്പവും ചുട്ടു ആ ബട്ടർ ചിക്കനും കൂട്ടിയിട്ട് കഴിച്ചു. എനിക്ക് പക്ഷേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാട്ടോ ഇഷ്ടം. ചപ്പാത്തിയുടെ കൂടെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിനാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്.